ഒരു കോള് വന്ന് എത്തി നോക്കിയിട്ട് അതേപടി തിരിച്ചുപോയി. ആ പെണ്ണിനെ കണ്ടുപിടിച്ച് വല്ല വിധേയനെ ഇത്തിരി കാശുണ്ടാക്കാന്ന് വിചാരിച്ചതാ. എന്തോന്ന് അയ്യേ? വൃത്തിയിട്ട പരിപാടിയുണ്ടാ? അയ്യോ, ഇത് ബ്രോക്കർ പണിയല്ല പെണ്ണെ. അപ്രത്യക്ഷമായ പെണ്ണ് പ്രത്യക്ഷപ്പെട്ടെന്ന്. അയ്യോ, ഏത് പെണ്ണ്? നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടന്ന പെണ്ണ്. ആ, നമുക്കത്രയും ജോലി കുറഞ്ഞല്ലോ. ജോലി കുറയുകയല്ല, നമ്മുടെ ഉള്ള ജോലി പോകും. നമ്മുടെ ഇപ്പൊ മനസ്സിലായല്ലോ നിന്റെ സ്വപ്നത്തിന്റെ വില. ഇനി മേലാൽ നീ സ്വപ്നം കണ്ടുപിടി രണ്ട് കണ്ണ് ഞാൻ കൊത്തിപ്പൊട്ടിക്കും. അതല്ലേ കുഴപ്പം. ഇന്നലെയും കണ്ടുവരണം. എന്തോന്നു? വേറൊരു പെണ്ണ്. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് ഹിയർ. ഹരിഹരനല്ല, പപ്പനാണ് സംസാരിക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത്? നേരിട്ട് സംസാരിക്കണമെന്നോ? ഓ ശരി, കൊടുക്കാം. ആരാ? ഒരു പെണ്ണ്. അയ്യോ, സ്വപ്നമല്ല. ഹലോ, ആ നമ്മളിപ്പോ നേരിട്ട് കണ്ടതല്ലേ? അത്യാവശ്യമാണോ? ശരി, കാണാം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്വപ്നം സഫലമാകാൻ പോകുന്നു. വിളിച്ചു വരുത്തിട്ടൊന്നും ചോദിക്കാതിരുന്ന എന്താ അതിന്റെ അർത്ഥം? അതോ ചോദിക്കാനുള്ള ചോദ്യം മറന്നുപോയോ? സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ? എന്നാ ഞാൻ തന്നെ പറയട്ടെ, എന്താ ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന്. ചേച്ചിയും ഞാനുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ ചേച്ചിയെ കാണാൻ വന്നത് എന്തിനാണ്? ഇതല്ലേ ഉദ്ദേശിച്ചത്? ഏതായാലും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. ഇറ്റ് വാസ് ഓൺലി എ ബിസിനസ് റിലേഷൻഷിപ്പ്. അത് അവസാനിക്കുകയും ചെയ്തു. എന്ത് ബിസിനസ്സാ? അത് അനിയത്തിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. പ്ലീസ്, അതെനിക്ക് അറിയണം. എന്താ ഇത്ര നിർബന്ധം? ചേച്ചി കുറച്ചു ദിവസമായിട്ട് വളരെ ഇൻഡിഫറന്റ് ആണ്. എന്തിനേക്കോ ഭയപ്പെടുന്ന പോലെയാണ് പെരുമാറ്റം. എത്ര ചോദിച്ചിട്ടും ഒന്നും പറയുന്നുമില്ല. ഒരു പക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ അറിയില്ല എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അറിയില്ല. തന്നെ ചിലപ്പോ വല്ല ലവ് ഫെയിലിയറോ മറ്റാണോ? ചേച്ചേ, നെവർ, ഒരിക്കലുമില്ല. ചേച്ചിയുടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞു. ഗോപിയേട്ടൻ ലണ്ടനിൽ മെഡിസിൻ പഠിച്ചോണ്ടിരിക്കുക. ഉഷയുടെ ബ്രദർ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അറിയാവുന്ന കാര്യമല്ലേ ഉഷയുടെ ബ്രദറിന് പറയാൻ പറ്റൂ. അച്ഛൻ എന്താ അസുഖം? ഒരു മേജർ അറ്റാക്ക് കഴിഞ്ഞ് റിക്കവർ ആയി വരുന്നേ ഉള്ളൂ. നിങ്ങൾ രണ്ട് മക്കളെ ഉള്ളോ? ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ കാറിൽ വന്നതാരാ? സുരേഷ്, അച്ഛന്റെ ചേട്ടന്റെ മകൻ. ഓ അത് ശരി. രാജി. ഈ പേര് കേൾക്കുമ്പോൾ മാലിക്ക് നിങ്ങൾ തോന്നുന്നുണ്ടോ? രാജി? ഇല്ല. എന്താ ചോദിച്ചത്? ഫോർഗെറ്റ് ഇറ്റ്, വെറുതെ വെച്ചതാ. എന്താ ബിസിനസ് എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, സെക്യൂരിറ്റി സർവീസ്. അതല്ല ഞാൻ ചോദിച്ചത്. ഓ, ചേച്ചിയുടെ കാര്യം. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. See you. ഇതറിയാൻ വേണ്ടി അവൾ തന്നോട് പാർക്ക് വരാൻ പറഞ്ഞത്. നീ നാട്ടിൽ പോയിട്ട് എന്ന് തിരിച്ചു വരും? ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച തീർച്ച. മറന്നുപോയി ഓഫീസിന്റെ താക്കോൽ. എക്സ്ക്യൂസ് മീ, ഐ ആം സുരേഷ്. നിങ്ങളന്ന് ശങ്കരമന്റെ വീട്ടിൽ വന്നില്ലേ? നിങ്ങൾ എന്താ എന്റെ കസിനുമായി സംസാരിച്ചത്? സംസാരിക്കുന്നത് നിങ്ങളുണ്ടോ? കണ്ടില്ലെങ്കിൽ ചോദിക്കാൻ പാടില്ലേ? ചോദിക്കാം, കസിനോട് തന്നെ. നിങ്ങൾ ഒന്നൊന്നും ഇത് കൂടെ കൂടെ എടുത്തോണ്ട് വന്നത്? ഇതിനാളുണ്ട്. സോറി. എന്തോന്ന് സോറി? അവിടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. താൻ വെറുതെ അലമ്പുണ്ടാക്കരുത്. താനായിപ്പോ അലമ്പുണ്ടാക്കുന്നത്? ഇയാള് പോ. എനിക്കറിയാം നിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന്. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? നീ പോടാ. ഞാഞ്ഞൂലെ ഇതോടെ വിളിച്ചത്? ഞാഞ്ഞൂലോ? ഞാഞ്ഞൂല തന്തേണ്ട. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞൊന്ന് വിചാരിച്ച് വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കണം? ആരായാലും ശരി, എന്നെ ഞാഞ്ഞൂലെന്ന് വിളിച്ചാൽ ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ തന്തയായാലും ശരി, കൊണ്ടുപോകാൻ വേണ്ടി ലാർജ്.
മാലിനി, ആ മാലിനിയുടെ കസിനെ ഒന്ന് വിളിച്ചേ. കസിനോ? സുരേഷാണോ? അതെ. സുരേഷ് ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്. എന്താ കാര്യം? എന്താ സംഭവിച്ചത്? അയാളോട് കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് എന്നോട് പറഞ്ഞൂടെ? ഇന്നലെ ബാറിൽ വെച്ച് സുരേഷിനെ ഞാൻ കണ്ടിരുന്നു. ആവശ്യമില്ലാതെ ഒന്നും രണ്ടും പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറി. രാത്രി ഫ്ലാറ്റിൽ വെച്ച് ആരോ എന്നെ ആക്രമിച്ചു. എന്റെ ഓഫീസ് ആകെ നാശാക്കി. സുരേഷ് ആണോ അതിന്റെ പിന്നിലെന്ന് എനിക്കൊരു സംശയം. അതറിയാൻ ഞാൻ വന്നത്. സുരേഷ് വരുമ്പോ ഞാൻ പറയാം. ആരാ മാലിന്യത്? ഇത് മിസ്റ്റർ ഹരിഹരൻ, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഉഷയുടെ ബ്രദറാ. ഇത് ഡോക്ടർ മോഹൻ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ. സുരേഷ് ആണ് ഇതിന്റെ പിന്നിലെങ്കിൽ അവനതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്കും. പറ്റേ? എന്താ മാലിന്യ പ്രശ്നം? ആ പറയാം. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ സാർ? കംപ്ലൈന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? അവര് വന്ന് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ടങ്ങ് പോകും. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ്. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വീട്ടിൽ വന്നാൽ മതി. ഐ വിൽ വെയിറ്റ് ഫോർ യു. ശരി, ഞാൻ വരാം. ഓക്കെ. ആ, നീ എത്തിയോ? വാ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ കത്തിക്കരിഞ്ഞൊരു ബോഡിയെ കുറിച്ച്? ബ്രോഡ്വേയിലുള്ള ഒരു സ്വർണ്ണക്കടക്കാരൻ ആ ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവളുടെ പേര് രാജ്യം തന്നെയാണ്. നാഷണൽ ഹോട്ടലിൽ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലും മെയിൻ കൃഷി വേറെയായിരുന്നു. അതേടാ, മറ്റേത് തന്നെയായിരുന്നു. അവളുടെ കസ്റ്റമർ ആയിരുന്ന സ്വർണ്ണക്കടക്കാരൻ അവൾക്ക് സമ്മാനിച്ചതായിരുന്നു $1. ദേ നോക്ക്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെടിയേറ്റിട്ടാണ് അവൾ മരിച്ചിട്ടുള്ളത്. 2 ബുള്ളറ്റ് കൊണ്ട് അവളുടെ ബോഡിയിലുണ്ട്. ഒരു ബുള്ളറ്റ് നേരെ അവളുടെ ചങ്കിൽ തന്നെ തറച്ചു. അതാണ് മരണകാരണം. മറ്റൊന്ന് അവളുടെ വലത്തെ ഉരയിൽ തട്ടി എവിടെയോ തെറിച്ചു പോയിട്ടുണ്ട്. ആളെ ഒരിക്കലും കണ്ടുപിടിക്കരുതെന്നുള്ള ഉദ്ദേശം കൊണ്ടാവാം മരിച്ച സ്ഥലത്ത് നിന്നും ബോഡി ദൂരെ കൊണ്ടുപോയി കത്തിച്ചത്. പക്ഷെ എന്തോ ബോഡി പൂർണ്ണമായി കത്തി നശിച്ചില്ല. കുറച്ചുനാൾ മുമ്പ് അവൾ ജോലി വിട്ടു. താമസിച്ചിരുന്ന ഹോസ്റ്റലും. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നീ ഫില്ലപ്പ് ചെയ്യണം. ഞാനോ? അവളെ കുറിച്ച് എനിക്കെന്തറിയാം? ആ പെണ്ണ് ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ അന്വേഷിക്കാനായി ഇൻട്രഡക്ഷൻ തന്നത് ഞാനല്ലേ? വെറുതെ ഒരു കാരണവുമില്ലാതെ നീ ആ പെണ്ണിനെ അന്വേഷിക്കില്ലല്ലോ. സോ പ്ലീസ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഒരു കസ്റ്റമർക്ക് വേണ്ടിയാണ് ഞാൻ ആ പെണ്ണിനെ അന്വേഷിച്ചത്. പക്ഷെ ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല. നുണ. ഇല്ല പീറ്റർ, ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഒന്നും തന്നെ ആ പെണ്ണിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞും കൂടാ. നുണ. എന്നാപ്പോ പറയാൻ എനിക്ക് സൗകര്യമില്ല. അല്ല പിന്നെ. ക്യാപ്റ്റൻ, ആരാ നിന്റെ ഈ കസ്റ്റമർ? പറ. പറയടാ. നീ വിശ്വസിക്കില്ല, എങ്കിലും പറയാം. ശരിയായ പേരോ അഡ്രസ്സോ പറയാൻ മടിയുള്ള ഒരു കസ്റ്റമർ ഈ പെണ്ണിന്റെ ഇപ്പോഴത്തെ സർക്കംസ്റ്റൻസസ് എന്താണെന്ന് അന്വേഷിച്ചറിയാൻ പറഞ്ഞു. ആകെ അറിയാവുന്നത് ഈ പെണ്ണ് നാഷണൽ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു എന്ന് മാത്രമാണെന്നും പറഞ്ഞു. അല്പം ദാരിദ്ര്യമുള്ള സമയത്തും കൂടിയാ കൂടുതൽ ഇറക്കാതെ ഈ ഓഫർ സ്വീകരിച്ചത്. ആ കസ്റ്റമർ നിന്നെ പിന്നെ കോണ്ടാക്ട് ചെയ്തു? ഇല്ല. കസ്റ്റമർ ആണോ പെണ്ണോ? ആണ്. പീറ്റർ, എന്തെങ്കിലും പെശകുള്ള കേസാണെങ്കിൽ ഞാൻ നിന്റെ സഹായം തേടുവോ? നീ അറിയാതെയാണ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ? സംഭവിച്ചിരിക്കാം, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വരട്ടെ. ക്യാപ്റ്റൻ സാർ, ശരിയായ പേരോ അഡ്രസ്സോ പറയാത്തൊരാൾ, ആ ടൈറ്റിൽ എനിക്ക് അത്ര സൂചിച്ചില്ല കേട്ടോ. അല്പം ബുദ്ധിമുട്ടിട്ടാണെങ്കിലും മനസമാധാനത്തോടെ ഒരു സ്ഥാപനം നടത്തി വന്നിരുന്ന എന്നെ നിങ്ങളെ നിർബന്ധിച്ച് പുലിവാലി പിടിപ്പിച്ചു. അതിപ്പോ എനിക്ക് വിനയായി. അതിനിപ്പോ എന്ത് സംഭവിച്ചു? നമ്മുടെ കോൺട്രാക്ട് അവസാനിച്ചില്ലേ? അത് അവസാനിച്ചു. ഇപ്പൊ പുതിയൊരെണ്ണം തുടങ്ങിയിരിക്കുകയാണ്. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സിന് പോലീസ് എന്നെ ക്ഷണിച്ചിരിക്കുക. മനസ്സിലായില്ലേ? 2 ദിവസം മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ച പെണ്ണുമായിട്ട് നിങ്ങൾ സംസാരിച്ചെന്ന്. പക്ഷെ അവൾ അതിന് എത്രയോ മുമ്പ് മരിച്ച് കത്തിക്കരിഞ്ഞിരുന്നു എന്ന് മറിമായല്ലേ? ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്റെ പൊന്നു പെങ്ങളെ, അവള് സത്യം പറ. എന്നെ വെറുതെ പുലിവാലി പിടിപ്പിക്കാതെ. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവൂല. അഭിനയിക്കുന്നവർക്ക് എങ്ങനെയാ മനസ്സിലാവുന്നേ? സിഐയെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അയാൾ എന്നോടാ ചോദിക്കുന്നേ. ഏതാണ് ഞാൻ അന്വേഷിക്കുന്ന പെണ്ണ്? എന്തിനാണ് അവളെ അന്വേഷിക്കുന്നത്? ആരാണ് എന്നെ അവളെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്? ഇതൊക്കെ അയാൾക്ക് അറിയണം. എന്റെ പേര് നിങ്ങൾ പറഞ്ഞു. നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് പൊടിയും തൂത്ത് എനിക്ക് പോകാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ, ആരോടും പറയില്ല. നിങ്ങൾക്കറിയോ, ചെറുപ്പത്തിൽ വല്ലപ്പോഴും ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകുമ്പോ സാറിനോട് പറഞ്ഞിട്ടുള്ള നുണയല്ലാതെ കാര്യമായിട്ട് ഒരു നുണയും പറയാത്തവനാ ഞാൻ. ഞാനിന്ന് കള്ളം പറഞ്ഞു. അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട്.
നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ ഏറെയൊന്നും പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ടാവൂല. അവർ ശരിക്കും നിർബന്ധിച്ചാൽ എനിക്ക് സത്യം പറയേണ്ടി വരും. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. 2 ദിവസം മുമ്പ് ആ പെണ്ണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുന്നത് കള്ളമല്ലേ? പറയൂ, കള്ളമല്ലേ? എന്തിനാ കള്ളം പറഞ്ഞത്? പറയൂ. രാജി എന്ന പേരുള്ള പെണ്ണ് മരിച്ചെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഭയമായി. എന്നെ സംശയിക്കുമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ നുണ പറഞ്ഞത്. പക്ഷേ സത്യമായിട്ടും ആ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്തിനാ നിങ്ങൾ ആ പെണ്ണിനെ അന്വേഷിച്ചത്? എന്റെ അച്ഛനെ കുറിച്ച് എന്തോ രഹസ്യം അവളുടെ പക്കലുണ്ട്. അവള് ചോദിച്ച കാശ് കൊടുത്തില്ലെങ്കിൽ അത് പുറത്താക്കുമെന്ന് പറഞ്ഞ് അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ ഞങ്ങളുടെ വക്കീലിനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തത്. ആ പെണ്ണിനെ കുറിച്ച് ലതയ്ക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല. അച്ഛനെ കുറിച്ചുള്ള രഹസ്യം എന്താണെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ലത ആ പെണ്ണിനെ കുറിച്ച് അറിയാനിടയായത്. അതുകൊണ്ട് അറിയുന്ന സത്യം പോലീസിനോട് തുറന്നു പറയുന്നതാണ് നേരായ വഴി. മറിച്ച് പോലീസ് ലതയും ഈ സ്ത്രീയുമായുള്ള ബന്ധം ഏതെങ്കിലും തരത്തിൽ അറിയാനിടവന്നാൽ അവർ നൽകുന്ന വ്യാഖ്യാനം തന്നെ വേറെ ആയിരിക്കും. ടു ബി വെരി ഫ്രാങ്ക്, യഥാർത്ഥ കുറ്റവാളി അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലതയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലീസിനോടെല്ലാം തുറന്നു പറഞ്ഞേക്കും. ഞാൻ എപ്പോ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അറിയിക്കാം. തൽക്കാലം ലത അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. വരട്ടെ. എല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞാൽ യു ആർ ഫ്രീ. പിന്നെന്താ പ്രോബ്ലം? ഞാൻ ഫ്രീ ആവും. പക്ഷെ ആ പെണ്ണിന്റെ കാര്യമോ? ഒരു തുമ്പും കിട്ടാത്ത കേസിൽ ലത ഇത്രയും തെളിവുമായിട്ട് പോലീസിനെ സമീപിച്ചാൽ അവരവളെ വെറുതെ വിടുവോ? എത്രയൊക്കെയായാലും നമ്മുടെ പോലീസല്ലേ, നല്ല മക്കളാണ്. വാദി പ്രതിയാകാൻ എത്ര നേരം വേണം വക്കീലേ? തന്റെ സുഹൃത്തല്ലേ പീറ്റർ? എല്ലാവരും പീറ്റർ ആണോന്നില്ലല്ലോ. അവന്റെ മുകളിലും ഇല്ലേ ഓഫീസേഴ്സ്? അതും ശരിയാ. ഒരു കാരണവുമില്ലാതെ തന്നെ പോലീസ് പത്രങ്ങളും ചേർന്ന് വേണ്ടാത്തതൊക്കെ കുത്തിപ്പൊക്കും. അപ്പൊ അല്പം പുകയോടെ ഉണ്ടെ പിന്നെ ചോദിക്കാനുണ്ടോ? അതോടെ രോഗിയെ അവളുടെ അച്ഛനെയും കുടുംബത്തെയും നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തെയും ഒക്കെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ലത പോലീസിനോട് തുറന്നു പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് മടിച്ചത്. ഇനി ഒരു പക്ഷേ അവൾ ഏതെങ്കിലും തരത്തിൽ ക്രൈമുമായി, അല്ല എന്റെ ഒരു സംശയമാ. ആ ആംഗിളിൽ ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് അവളുടെ ഉള്ളെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോലീസിനോട് പറയാമെന്ന് പറഞ്ഞത്. അല്പമെങ്കിലും ഗിൽറ്റി ആണെങ്കിൽ പോലീസിനോട് പറയാമെന്ന് അവൾ സമ്മതിക്കുമോ? അത് ശരിയാ. ഇനി എന്താ ഒരു പോംവഴി? എത്ര നാൾ അവരിൽ നിന്ന് ഒളിച്ചു വെക്കും? തൽക്കാലം പോലീസിന് എന്നെയാ സംശയം. എന്നിൽ കൂടി അവർക്ക് ലതയിൽ എത്തിച്ചേരാൻ പറ്റൂ. അപ്പൊ പിന്നെ ഞാൻ സൂക്ഷിച്ചാ പോരെ? ഹലോ. ആ ഉണ്ട്. റോസ്മേരിയ. ഹലോ. ആ ഞാൻ എന്താ? മാലിനി ഫോൺ ചെയ്തിരുന്നു. സാറിനെ അത്യാവശ്യമായിട്ട് കാണണം. 3 മണിക്ക് ഓഫീസിൽ വരുമെന്ന്. ആ ശരി, ഞാൻ എത്തിക്കോളാം. ആരാ? എന്താ കാര്യം? 3 മണിക്ക് ലതയുടെ അനിയത്തി മാലിനി എന്നെ കാണാൻ വരുന്നു. എന്തിനാ? അവൾക്കെന്താ പ്രോബ്ലം? എല്ലാവർക്കും പ്രോബ്ലം തന്നെയാണ് വക്കീലേ. ഏതായാലും നല്ല ക്ലയന്റിനെയാണ് എന്റെ അടുത്തേക്ക് വിട്ടത്. ഇനി ഇതുപോലെ കുരിശു വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേരെ, മടിക്കണ്ട. അതിന് മാലിനിയെ തന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഞാനല്ലടോ. ശരി, വരട്ടെ. ക്യാപ്റ്റൻ സാറേ, വിശ്വാമിത്രന്റെ തപസ് ഇളകുവോ? വേല മനസ്സിലിരിക്കട്ടെ വക്കീലേ. ഇതിലും വല്ലേ പെരുന്നാൾ വന്നിട്ട് ബാബ പള്ളി പോയിട്ടില്ല, പിന്നല്ലേ ഇത്. ഇപ്പൊ വരും. എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും ആണെങ്കിൽ. ക്യാപ്റ്റൻ വന്നല്ലോ. മാലിനി പോവാതെ ഞാൻ പിടിച്ചു നിർത്തുകയായിരുന്നു. എന്താ മല്ലേ? വരൂ. നീ എങ്ങോട്ടാ? അല്ല, ഡിസ്കഷൻ വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ വിളിക്കാം. വാ. എല്ലാവർക്കും പറയാൻ രഹസ്യങ്ങളേ ഉള്ളൂ. അല്ല, എന്നോട് ആർക്കും ഒന്നും പറയാനില്ലേ? എന്തോ ഒന്നുമില്ല. ആരാ അത്? തോന്നിയതായിരിക്കും. സുരേഷ് ഇന്നലെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ എന്താ കാരണം? നിങ്ങളുമായിട്ട് ബാറിൽ വെച്ചുണ്ടായ സംഭവത്തെ പറ്റി ഞാൻ ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചു. അത് കേൾക്കേണ്ട താമസം
എന്റെ നേർക്ക് ഒറ്റ ചാട്ടമാ. പിന്നെ തുടങ്ങിയില്ലേ ബഹളം. ചേച്ചി വന്നപ്പോ ചേച്ചിയുടെ നേർക്കായി. അയാളെ കൊല്ലാൻ ഞാനും ചേച്ചിയും കൂടെ നിങ്ങളെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണെന്ന്. സുരേഷ് പിന്നെന്തൊക്കെ പറഞ്ഞു? ഞങ്ങളെയൊക്കെ കമ്പി എണ്ണിക്കാൻ അയാൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന്. കുടിച്ച് ലക്കില്ലാതെ അയാൾ വല്ലതും പറയുന്നതല്ലേ? അതല്ല കാര്യം. അത് കേട്ടപ്പോ ചേച്ചി എന്തോ വല്ലാതെ ഭയപ്പെടുന്ന പോലെ തോന്നി. ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. തീർച്ചയായിട്ടും ചേച്ചി എന്നോട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ദയവായിട്ട് അതെന്നോട് പറയണം. സുരേഷ് എവിടെയാ താമസിക്കുന്നത്? നമ്പർ 27 ഫസ്റ്റ് അവന്യൂ, പ്രഭാത് നഗർ. എന്തിനാ? എനിക്ക് സുരേഷിനെ ഒന്ന് കാണണം. അതിനുശേഷം ഞാൻ എല്ലാ മാലിനോട് പറയാം. എന്തിനാ സുരേഷിനെ കാണുന്നത്? പേടിക്കണ്ട, ഞാൻ ആരുടെ മെക്കിട്ടൊന്നുമില്ല. അയാൾക്ക് ഫോണുണ്ടോ? ഉണ്ട്. 363211. ഞാൻ വരട്ടെ. ആ ഇത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്തോന്ന്? അഗാധ പ്രേമം. വീട്ടിലെ ഡ്രൈവറുടെ പേരെന്താ? രാജു. പക്ഷെ അയാളിപ്പോ ജോലിയിലില്ല. ഇല്ലേ? എവിടെ പോയി? 2 ദിവസം മുമ്പ് പിരിഞ്ഞുപോയി. എന്താ ചോദിച്ചത്? അയാൾ എവിടെ താമസം? അറിഞ്ഞൂടാ. എന്താ കാര്യം? ആരാ അയാൾ അവിടെ ആക്കിയത്? സുരേഷാ റെക്കമെൻഡ് ചെയ്തത്. അച്ഛൻ ജോലിക്ക് വെച്ചു. സുരേഷ് റെക്കമെൻഡ് ചെയ്ത്? പിരിഞ്ഞുവരെന്താ കാരണം? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അയാളുടെ ചുറ്റുപാടുകളെ കുറിച്ച് മാലിക്കൊന്നും പറഞ്ഞൂടെ? ഇല്ല. ആ, അയാളുടെ അനിയത്തിയോ മറ്റോ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ചെയ്യുന്നതായി പറഞ്ഞ ഓർമ്മയുണ്ട്. ഏത് സ്റ്റോറിൽ? ഞാൻ വീട്ടിൽ പോയി ആരോടെങ്കിലും ചോദിച്ചിട്ട് വിളിച്ചു പറയാം. വരട്ടെ. ഓക്കെ. എന്തു പറ്റിടാ? താൻ എങ്ങനെയാണ് ഇഷ്ട രണ്ടിനെയും കൂടി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്? രണ്ടിനെയും കൂടെ? നിനക്കറിയാം വട്ടുണ്ടോ? വട്ടോ? അത് ആർക്കാണെന്ന് ഉടനെ തന്നെ മനസ്സിലാവും. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ. എന്റെ പൊന്നുമോനെ ആവശ്യമില്ലാത്ത സ്വപ്നം കാണല്ലേ. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. റോസ്മേരി ഡാർലിംഗ്, Yes, sir. ഇവൻ ആവശ്യമില്ലാത്ത സ്വപ്നം കാണുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. ഏറ്റു. ഓക്കെ സർ. റോസ്മേരി, എന്തോ? ഒന്നുമില്ല. അയ്യോ,